ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് CBSE ക്ലാസ് 10 മാത്തമാറ്റിക്സ് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ എക്സസൈസ് 5.2 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. In the following APs, find the missing terms in the boxes. ബോക്സസ് എന്നാണ് ഞാനിവിടെ ഗ്യാപ്പേ കൊടുത്തിട്ടുള്ള ബോക്സ് വരച്ചിട്ടില്ല. മിസ്സായിട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കണം. മിസ്സായിട്ടുള്ള ടേമുകൾ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മുടെ CBSE ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ്. ഇതിന് വേറെ മെത്തേഡുകളുണ്ട്. സ്റ്റേറ്റ് സിലബസിൽ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ വേറെ മെത്തേഡാണ്. ഓക്കെ, പല മെത്തേഡിൽ നമുക്കിത് കണ്ടുപിടിക്കാം. പക്ഷെ നമുക്ക് നമ്മളുടെ മെത്തേഡ് മേ ബി നമ്മുടെ ആൻസർ കീയിൽ തന്നിട്ടുള്ള അതേ മെത്തേഡിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, മാർക്ക് ഉണ്ടാവില്ല. നമ്മുടെ CBSE പബ്ലിക് എക്സാമിന് നമുക്കൊരു ആൻസർ കീ ഉണ്ട്. അത് വെച്ചിട്ടായിരിക്കും ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, പേപ്പർ ചെക്ക് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ഒരു ഇക്വേഷൻ ഉള്ളൂ, nth ടേം കാണാൻ a+n-1 × d എന്നാണ്. മറ്റേതിൽ ഇവിടെ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചുകൊണ്ട് മിസ്സിംഗ് ടേം കണ്ടുപിടിക്കാൻ ഒരു മെത്തേഡ് ഉണ്ട്, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്കിപ്പോൾ വേണ്ട, നമുക്ക് നമ്മളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള മെത്തേഡ് വെച്ചിട്ട് തന്നെ പോവാം. മേ ബി നമ്മുടെ ആൻസർ കീ വെച്ചുകൊണ്ടാണ് നമുക്ക് ആൻസർ ഇടുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് മാർക്ക് നഷ്ടപ്പെട്ടേക്കാം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇവിടെ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ആകെ 1-2 ഇക്വേഷൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മെയിനായിട്ട് വരുന്നുള്ളൂ. ബട്ട് നമ്മൾ മറ്റ് ടെക്സ്റ്റ് ബുക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇക്വേഷൻസ് അരിത്തമെറ്റിക് സീക്വൻസിൽ വരുന്നുണ്ട്. നമ്മുടെ കണ്ടന്റ് വളരെ കുറച്ചാണ്. കണ്ടന്റ് ഉണ്ട്, പക്ഷേ ഇക്വേഷൻസും എല്ലാം നമ്മൾ പഠിക്കുന്ന ആ 2 ഇക്വേഷനിലോട്ട് നമുക്ക് ഷോർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കുകൾ മറ്റ് സിലബസിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. ഇപ്പോൾ SCERT സിലബസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അരിത്തമെറ്റിക് സീക്വൻസിൽ ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്ക് നമ്മളുടെ NCERT സിലബസിൽ കുറച്ച് ഇക്വേഷൻസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കിത് ആ ഇക്വേഷൻസ് വെച്ചാണ് നമുക്ക് ഓരോന്ന് സോൾവ് ചെയ്യാം. ഇവിടെ ഫസ്റ്റത്തതിൽ ഞാൻ എന്ത് ചെയ്തെന്നറിയോ, സെൻട്രലിലുള്ള ടേം ഒരു ടേം അല്ലേ മിസ്സിംഗ് ആയിട്ടുള്ളൂ, അതിന് ഞാൻ x എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് കാണുമ്പോൾ അതെന്തായിരിക്കും, സെയിം ആയിരിക്കും. അഥവാ x-2ഉം 26 - x എന്തായിരിക്കും, സെയിം ആയിരിക്കും. സെക്കൻഡ് ടേം എന്ന് ഫസ്റ്റ് ടേം കുറച്ചാലും കോമൺ ഡിഫറൻസ് ആണ്. തേർഡ് ടേം എന്ന് സെക്കൻഡ് ടേം കുറച്ചാലും കോമൺ ഡിഫറൻസ് ആണ്. അപ്പോൾ അത് രണ്ടും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഇനി ഈ -x ഇങ്ങോട്ടും കൊണ്ടുവരിക, ഈ -2 ഇങ്ങോട്ടും കൊണ്ടുപോവുക. -x അപ്പുറം വരുമ്പോൾ +x ആവും, -2 അപ്പുറം വരുമ്പോൾ +2 ആവും. x + x 2x, 26ക്ക് 2 കൂട്ടിയാൽ 28. അതിന് x = എന്ത് കിട്ടും, 28/2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് 14. സോ അതിൻ്റെ സെൻറ്ററിൽ വരുന്ന ടേം ആരാണ്, 14 ആണ്. ഇവിടെ വരുന്നത് 14. ഓക്കെ, ഇനി 2, 14, 26 എന്ന് കിട്ടും. അടുത്തത് ഫസ്റ്റ് ടേമിന് ഞാൻ a1 എന്ന് കൊടുത്തു. ഇവിടെ a1, a2 തന്നിട്ടുണ്ട് 30 ആണ്, a3 തന്നിട്ടില്ല, a4 3 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താ, a+d ആണ്. a2 എന്ന് പറഞ്ഞാൽ എന്താണ്, a+d ആണ്. a2 എത്രയാണ്, 13 ആണ്. അപ്പോൾ 13 = a+d, അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എടുത്തു. ഇനി a4 തന്നിട്ടുണ്ട്, അത് a+3d ആണ്. a4 എത്രയാ, 3. അതിന് ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും കൊടുത്തു. ഇനി ഈ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 ന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 3 - 13, 3 - 13 പോയാൽ -10 കിട്ടും. എയിൽ നിന്നും a പോയാൽ 0, 3d നിന്ന് 1d പോയാൽ 2d. ഇനി ഈ d2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ -10/2 ആൻഡ് ദാറ്റ് ഈസ് -5. അപ്പോൾ d കിട്ടിയ എത്രയാ, -5. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ഓരോ ടേം ചെയ്താലോ. ഇവിടെ -5 ആണ്. -5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം കാണാൻ 13ൽ നിന്നും മൈനസ് ചെയ്യണം. ആരെ, കോമൺ ബാക്കിലോട്ട് വരുമ്പോൾ മൈനസ് ചെയ്യാണല്ലോ, കോമൺ ഡിഫറൻസിന് അഥവാ -5. 2 നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 13 + 5 18 കിട്ടും. ദെൻ 13 + -5 ആണ്, അഥവാ 13 - 5. 13 - 5 പോയാൽ 8 കിട്ടും. ദെൻ 8 - 3, 8 - 5 3 കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് മൂന്നാമത്തത് ഫസ്റ്റ് ടേം 5 ആണ്, a2 a3 ഇല്ല, a4 ഉണ്ട്. അപ്പോൾ a1 = 5 ആണ്. a4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a1 + 3d എന്നാണ്. a1ൻ്റെ കൂടെ 3 പ്രാവശ്യം കോമൺ ഡിഫറൻസ് കൂട്ടിയാൽ a4 കിട്ടും. a4 നമ്മളുടെ കയ്യിലുണ്ട്, എത്രയാ, 9/1/2. സോ 9/1/2 = a1 5 ആണ്, 5 + 3d. 9/1/2നെ നമ്മൾ 9 എഴുതി പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മിക്സ്ഡ് ഫ്രാക്ഷനിലോട്ട് മാറ്റി, നോർമൽ ഫ്രാക്ഷനിലോട്ട് മാറ്റി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് അതിലാറെ സുഖം 9/1/2 എന്ന് പറഞ്ഞാൽ 9.5 ആണ്, 9. ആൻഡ് -5, 9ൽ നിന്ന് 5 പോയാൽ 4.5 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് ഈ 4.5നെ 4/1/2 എന്ന് എഴുതാം.
ഓക്കെ. ദെൻ 4 1/2 ഞാൻ മാറ്റി 1 4 4 24 8 8ക്ക് 1 കൂട്ടിയാൽ 9. അപ്പം 9/2 എന്ന് കിട്ടും. ഓക്കെ. എങ്ങനെ 1 4 4 24 8 8ക്ക് 1 കൂട്ടിയാൽ 9 9/2. ഈ 3 ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലോട്ട് വരും, അഥവാ 2 × 3 എന്നാവും. അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. 9നെ 3 കൊണ്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടും? 3 കിട്ടും. 3/2 അഥവാ 1.5. ഓക്കെ. 3/2 എന്ന് പറഞ്ഞാൽ 3ന്റെ പകുതി, അത് 1.5ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടിയ എത്രയാ? 1.5. ഇനി 5ലോട്ട് 1.5 കൂട്ടിയാൽ 5ക്ക് 1 കൂട്ടിയാൽ എത്രയാ? 6. അതിന്റെ കൂടെ ഒരു അരയും കൂടി വന്നാൽ 6.5. 6.5ലോട്ട് 1.5 കൂട്ടിയാൽ 6 6 1/2ലോട്ട് 1 കൂട്ടിയാൽ 7 1/2. അതിലൊരു ഹാഫും കൂടി വരുമ്പോൾ 8. 8ലോട്ട് 1 1/2 കൂട്ടുമ്പോൾ 9 1/2. ഓക്കെ. ദെൻ ഫോർത്ത് വൺ. ഫസ്റ്റ് ടേം ഉണ്ട്, സെക്കൻഡ് ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ഇല്ല, ഫിഫ്ത്ത് ഇല്ല, സിക്സ്ത് ഉണ്ട്. 1 2 3 4 5 3 ടേം മിസ്സിംഗ് ആണ്. അപ്പൊ A1 -4 ആണ്. ദെൻ A6 A1 + 5D A1 + 5D അത് 6 ആണ്. സോ 6 = A1 എത്രയാ? -4 + 5D. ഈ -4നെ ഇപ്പുറം കൊണ്ടുവരിക. അപ്പൊ എന്തായി? 6 + 4 10. സോ ഈ 5 ഇപ്പുറം വരുമ്പോൾ 10/5 2 കിട്ടും. സോ കോമൺ ഡിഫറൻസ് 2 ആണ്. അപ്പോൾ -4ലോട്ട് 2 ആഡ് ചെയ്യുമ്പോൾ -2 കിട്ടും. ഓക്കെ. +4 ആണല്ലോ, +2 ആണല്ലോ. അപ്പോൾ വലുതിൽ നിന്ന് ചെറുത് കൊടുക്കുക. -4 + 2 -2 -2 + 2 0 0 + 2 2 2 + 2 4 4 + 2 6. ഓക്കെ. ദെൻ ലാസ്റ്റ് വൺ. A1 ഇല്ല, A2 38 ആണ്, A3 ഇല്ല, A4 ഇല്ല, A5 ഇല്ല, A6 -22. A2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A + D. ഓക്കെ. അത് 38, ഇക്വേഷൻ നമ്പർ 1. ഇനി A6 A1 + 5D ആണ്, A6 -22 ആണ്, അതും കൊടുത്തു. ഓക്കെ. ദെൻ ഇക്വേഷൻ നമ്പർ 2ൽ നിന്ന് ഇക്വേഷൻ നമ്പർ 1 മൈനസ് ചെയ്തു. -22 എവിടെ പേന -22 -38 അഥവാ -22 -38 എന്ന് വരും. രണ്ടും നെഗറ്റീവ് ആണ് വരിക അല്ലേ? ഇത് നമ്പറിന്റെ നെഗറ്റീവ് ആണ്. പിന്നെ മൈനസ് ചെയ്യണം എന്തിനാ? 38നെ. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുക. 8 2 10ക്ക് 0, ശേഷം 1 വരും. 3 2 5 1 6. എന്നിട്ട് മൈനസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ -60. A1 A1 ക്യാൻസൽ ആയി പോയി. 5D എന്ന് ഒരു D പോയാൽ 4D. ദെൻ 60/4 60/4 കിട്ടും. 60ൽ എത്ര 4 ഉണ്ട്? 6ൽ എത്ര 4 ഉണ്ട്? 1 ഒരു 4 4. 6ന്ന് 4 പോയാൽ 2 0 5 4s are 20. സോ 15. അപ്പൊ D ഒരെണ്ണം നെഗറ്റീവ് ആയാൽ ആൻസറും മൈനസ് ആവും. സോ -15. കോമൺ ഡിഫറൻസ് കിട്ടിയ എത്രയാ? -15. സോ 38 എന്ന് മൈനസ് ചെയ്യണം കോമൺ ഡിഫറൻസിനെ, അഥവാ -15. അവിടെയാണ് ഫസ്റ്റ് ടേം കിട്ടുക. ഓക്കെ. സോ 2 നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ എന്താവും? പ്ലസ് ആവും. ദെൻ 38ലോട്ട് 15 കൂട്ടുക. 38 + 10 48 കിട്ടും. അതിലോട്ട് ഒരു ഇത് കൂട്ടുമ്പോൾ 53 കിട്ടും. ഓക്കെ. ദെൻ -15 ആണ്. 15 മൈനസ് ചെയ്താൽ 38. അതിൽ നിന്ന് വീണ്ടും 15 മൈനസ് ചെയ്തു. ഓക്കെ. 10 മൈനസ് ചെയ്താൽ 28. അതിൽ നിന്ന് 5 പോയാൽ 23. വീണ്ടും മൈനസ് ചെയ്ത് 23ന്ന് 5 പോയാൽ 23 15 പോയാൽ 23 10 പോയാൽ 13 കിട്ടും. 13ന്ന് 5 പോയാൽ 8. ദെൻ 8ന്ന് 15 പോയാൽ 8ന്ന് 8 പോയി. ഓക്കെ. അപ്പോൾ 0 പിന്നെ ഒരു 7 ഉണ്ടാവും. അപ്പോൾ -7. -7ന്ന് -15 പോകുന്ന പറഞ്ഞാൽ അത് രണ്ടും ആഡ് ചെയ്യാം. ഓക്കെ. 7ലോട്ട് 10 കൂട്ടിയാൽ 17 17 + 5 22 -22. ഓക്കെ. ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ. ബൈ. സീ യു സൂൺ.